നമസ്കാരം. ഉയർന്ന ലിസ്റ്റിംഗ് ഗെയിൻ തരാൻ ശേഷിയുള്ളതും ഈ ആഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ളതുമായ 3 മെയിൻ ബോർഡ് IPOകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ 3 മെയിൻ ബോർഡ് IPOകളും ഡിസംബർ 3-ാം തീയതി ആരംഭിച്ച് ഡിസംബർ 5-ാം തീയതി അവസാനിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ ഗ്ലോബൽ ഇ-കൊമേഴ്സ് പ്ലെയേഴ്സിനെ പോലും ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ച ഇന്ത്യൻ ബേസ്ഡ് ഇ-കൊമേഴ്സ് കമ്പനിയായ മീഷോ, എയ്റോസ്പേസ് എക്യുപ്മെൻറ്റുകൾ മാനുഫാക്ചർ ചെയ്യുന്ന ഹൈ പ്രസിഷൻ കമ്പനിയായ അക്വസ്, കൂടാതെ വയറിംഗ് സെക്ടറിലെ ഒരു കമ്പനിയായ വിദ്യ വയർ തുടങ്ങിയ കമ്പനികളാണ് IPO കൊണ്ടുവരുന്നത്. IPO ഡിസംബർ 3-ാം തീയതി ആരംഭിച്ച് ഡിസംബർ 5-ാം തീയതി അവസാനിക്കും. ഗ്രേ മാർക്കറ്റ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന വോളറ്റിലിറ്റി ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ പ്രകടമാകുന്നത് മീഷോയുടേതാണ്. 33 മുതൽ 42 രൂപ വരെയുള്ള ഗെയിനാണ് പ്രതീക്ഷിക്കുന്നത്. 111 രൂപ മീഷോയുടെ IPOയുടെ അപ്പർ പ്രൈസ് ബാൻഡാണ്. ഈ അപ്പർ പ്രൈസ് ബാൻഡിൽ നിന്നും ഉയർന്ന് 150 രൂപയ്ക്കടുത്തോ 164 രൂപയ്ക്കടുത്തോ ആയിരിക്കും മീഷോ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുക എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. ഈ 3 IPOകളിൽ ഏറ്റവും വലിയ മാർക്കറ്റ് സൈസുള്ള IPOയും മീഷോയുടെ തന്നെയാണ്. 5421 കോടി രൂപയുടെ IPOയാണ് മീഷോ കൊണ്ടുവരുന്നത്. IPOയുടെ ലോവർ പ്രൈസ് ബാൻഡ് 105ഉം അപ്പർ പ്രൈസ് ബാൻഡ് 111ഉം. ഈ 111ൽ നിന്നും 150 മുകളിലുള്ള ലിസ്റ്റിംഗ് മാർക്കറ്റ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മീഷോയുടെ IPO ഡിസംബർ 5-ാം തീയതി അവസാനിക്കും. IPOയ്ക്ക് ശേഷം ഷെയർ നമ്മൾക്ക് ലഭിച്ചോ ഇല്ലയോ എന്നുള്ള അപ്ഡേറ്റ് ഡിസംബർ 8-ാം തീയതി കിട്ടും. ഡിസംബർ 10-ാം തീയതി ആയിരിക്കും കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുക. രണ്ടാമത്തേത് ഹൈ പ്രസിഷൻ എയ്റോസ്പേസ് എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന അക്വസ് ആണ്. 921 കോടി രൂപയുടെ IPOയാണ് കൊണ്ടുവരുന്നത്. ഈ IPOയിൽ JM ഫിനാൻഷ്യൽ ലീഡ് മാനേജറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. IPOയിലും 18 മുതൽ 41 രൂപ വരെയുള്ള GMB ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതായത് എക്വിസിൻ്റെ അപ്പർ ബാൻഡായ 124 രൂപയിൽ നിന്ന് 35% അപ്സൈഡ് പൊട്ടൻഷ്യലായിരിക്കും എക്വിസ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുക. എക്വിസ് IPOയുടെ ലോവർ പ്രൈസ് ബാൻഡ് 118ഉം അപ്പർ പ്രൈസ് ബാൻഡ് 124ഉമാണ്. മൂന്നാമത്തേത് വിദ്യ വയർ IPO. വിദ്യ വയർ IPOയിലും 20%-ഓളമുള്ള ലിസ്റ്റിംഗ് ഗെയിൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. വിദ്യ വയറിൻ്റെ അപ്പർ പ്രൈസ് ബാൻഡ് 52 രൂപയാണ്. അവിടെ നിന്നും സ്റ്റോക്ക് 62 രൂപയ്ക്ക് അടുത്ത് ലിസ്റ്റ് ആകുമെന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. വിദ്യ വയർ IPOയും ഡിസംബർ 3-ാം തീയതി ആരംഭിച്ച് ഡിസംബർ 5-ാം തീയതി അവസാനിക്കും. ഡിസംബർ 10-ാം തീയതി ആയിരിക്കും കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുക. ഈ 3 കമ്പനികളിലും ലിസ്റ്റിംഗ് ഗെയിൻ ഏത് കമ്പനിക്കാണ് ഏറ്റവും ഉയർന്നത് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള അപ്ഡേറ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മാർക്കറ്റ് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ IPO ആയിട്ട് വരുന്നത് മീഷോയുടെ IPO ആണ്. 5421 കോടി രൂപയുടെ IPO. ഈ 5421 കോടി രൂപയുടെ IPOയിൽ 4250 കോടി രൂപയുടെയും ഫ്രഷ് ഇഷ്യൂ തന്നെയാണ്. അതിനുശേഷം ബാക്കിയുള്ളത് OFS ആയി മാറും. അക്വസിൻ്റെ IPO 921 കോടിയാണ്. ഇതിൽ 670 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണുള്ളത്. വിദ്യ വയറിൻ്റെ IPO വെറും 300 കോടി രൂപയുടെ IPO ആണ്. ഇതിൽ 274 കോടി രൂപയുടെ ഫ്രഷ് ഇഷ്യൂ ആണുള്ളത്. ഇനി കമ്പനികൾ IPO കൊണ്ടുവരുന്നതിന് പിന്നിലെ പ്രധാന റീസൺ പരിശോധിച്ചാൽ മീഷോ എന്ന കമ്പനി അതിൻ്റെ ബാലൻസ് ഷീറ്റിനെ ശക്തിപ്പെടുത്തുന്നതിനും മാർക്കറ്റിംഗ് എഫിഷ്യൻസി ഉയർത്തുന്നതിനും ജനറൽ കോർപ്പറേറ്റ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിനും വേണ്ടിയാണ് IPO കൊണ്ടുവരുന്നത്. അക്വസ് എന്ന കമ്പനി IPO കൊണ്ടുവരുന്നത് ന്യൂ മിഷനറിയും ഇൻവെസ്റ്റ്മെൻറ്റും സബ്സിഡറി കമ്പനികൾ ആരംഭിക്കുന്നതിനും കൂടാതെ ഡെപ്റ്റ് റീപേ ചെയ്യുന്നതിനും വേണ്ടിയാണ്. വിദ്യ വയറിൻ്റെ IPO കൊണ്ടുവരുന്നതിന് പിറകിലുള്ള പർപ്പസ് അലൂമിനിയം ബേസ്ഡ് പ്രൊഡക്റ്റുകളുടെ പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിനും കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യത തീർക്കുന്നതിനും വേണ്ടിയാണ്. മീഷോയുടെ IPOസിൽ പ്രമുഖ ഏസ് ഇൻവെസ്റ്റർ കമ്പനിയായ എലിവേഷൻ ക്യാപിറ്റൽ, പീക്ക് XV പാർട്ട്നേഴ്സ്, Y കോമ്പിനേറ്റർ കണ്ടിന്യൂറ്റി തുടങ്ങിയ കമ്പനികളായിരിക്കും സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുക. അക്വസിൽ അമിക്കസ് ക്യാപിറ്റൽ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും സ്റ്റേക്ക് ഓഫ്ലോഡ് ചെയ്യുക. ഇനി ഈ 3 കമ്പനികളുടെയും ബിസിനസ് മോഡൽ നമ്മൾ പരിശോധിച്ചാൽ 3 കമ്പനികളുടെയും ബിസിനസ് മോഡലും വ്യത്യസ്തമാണ്. ഇവിടെ മീഷോ എന്ന കമ്പനി ഇ-കൊമേഴ്സ് സെക്ടറിലെ ഒരു കമ്പനിയാണ്. കമ്പനി പ്രധാനമായും ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിലാണ്
അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് മോഡലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എക്വിസ് എന്ന കമ്പനി ഹൈ പ്രസിഷൻ കമ്പോണൻസ് മാനുഫാക്ചർ, അതായത് എയറോസ്പേസ് സെക്ടറിന് വേണ്ടി ഹൈ പ്രസിഷൻ കമ്പോണൻസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. വിദ്യ വയർ എന്ന കമ്പനി മോട്ടോർ, ട്രാൻസ്ഫോർമർ, സോളാർ എക്യുപ്മെൻറ്റ്, റെയിൽവേ സിസ്റ്റം കൂടാതെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള കോപ്പർ, അലൂമിനിയം തുടങ്ങിയവ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഈ 3 കമ്പനികളുടെയും IPO ഡിസംബർ 3-ാം തീയതി ആരംഭിച്ച് ഡിസംബർ 5-ാം തീയതി അവസാനിക്കും. ഇതിൽ മീഷോ, വിദ്യ വയർ തുടങ്ങിയ കമ്പനികൾ ഡിസംബർ 10-ാം തീയതി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുമ്പോൾ എക്വിസ് ഡിസംബർ 12-ാം തീയതി ആയിരിക്കും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആവുക. വരാൻ പോകുന്ന 3 IPOകളെക്കുറിച്ചുമുള്ള അത്യാവശ്യ ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്